ഹലോ എവ്രി വൺ, എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മണ്ണ്. മണ്ണ് നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് മണ്ണ്. അപ്പോൾ എന്തായി മണ്ണ്? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം അല്ലേ. വീട്ടിലെ അമ്മയൊക്കെ പറയും നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ചെരുപ്പിട്ട് അകത്ത് കയറരുത്, മണ്ണ് അകത്തേക്ക് കൊണ്ടുവരരുതെന്ന് പറയും. വീട്ടിലുള്ളവർക്കുള്ള ആ അഭിപ്രായം ആയിരിക്കത്തില്ല ഒരു സിവിൽ എഞ്ചിനീയറിന്റെ മണ്ണിനെ കുറിച്ചുള്ളത്. ആ അഭിപ്രായമല്ല നമ്മുടെ ഫാമേഴ്സിനുള്ളത്. സോ ഓരോരുത്തർക്കും ഉള്ള മണ്ണിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് സോയിൽ എന്ന് അറിയണം. അപ്പോൾ എസ്പെഷ്യലി അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ സോയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സോയിലിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനേഷൻ അനുസരിച്ച് സോയിൽ ഈസ് എ നാച്ചുറൽ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് layers that are composed of weathered minerals, organic matter, air and water. It's a natural medium for plant growth. So നമ്മൾ സാധാരണ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ പാറ പൊടിഞ്ഞുണ്ടാകുന്ന എല്ലാ വസ്തുക്കളും മണ്ണാണോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരിടത്ത് പോകുന്നു, ഒരു പാറ ക്വാറിയിൽ പോകുന്നു, അവിടുന്ന് കുറച്ച് പാറ എടുത്തുകൊണ്ട് പൊടിച്ച് വളരെ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുന്നു. അപ്പൊ ഈ പാറപ്പൊടിയെ നമുക്ക് മണ്ണെന്ന് വിളിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അതെല്ലാം മണ്ണിന്റെ ഭാഗമാണോ? അല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ FAO പറയുന്ന ഡെഫിനേഷൻ അനുസരിച്ച് നമ്മുടെ സോയിലിന് പറയുന്നതിനകത്ത് എന്തൊക്കെയുണ്ട്? വെതേർഡ് മിനറൽസ് ഉണ്ട്, ഓർഗാനിക് മാറ്റർ ഉണ്ട്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പൊ ഈ 4 സബ്സ്റ്റൻസും കൂടെ ചേരുമ്പോഴാണ് അത് നമ്മുടെ സോയിലായിട്ട് മാറുന്നത്. അതായത് പാറപ്പൊടി മാത്രമല്ല, അല്ലെങ്കിൽ പാറ പൊടിഞ്ഞുണ്ടാകുന്ന സബ്സ്റ്റൻസ് മാത്രമല്ല മണ്ണിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ വെതേർഡ് സബ്സ്റ്റൻസിനകത്ത് അതിന്റെ കൂടെ ഓർഗാനിക് മാറ്റർ ചേരുന്നുണ്ട്, പിന്നെ അതേപോലെ സോയിൽ എയർ ഉണ്ട്, അതേപോലെ സോയിൽ വാട്ടർ ഉണ്ട്. സോ ഇതെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മണ്ണെന്ന് വിളിക്കുമോ? ഇല്ല. പിന്നെ അതിന്റെ എന്ത് വേണം? അത് ലേയേഴ്സ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ലേയേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സോയിൽ ഹൊറൈസൺ. അപ്പൊ ഓരോരോ നമ്മൾ സോയിൽ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സോയിലിനെ വെർട്ടിക്കലി സെക്ഷൻ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പല പല ലേയേഴ്സ് ആയിട്ട് സോയിലിനെ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ലെയറിനെ നമ്മൾ പറയുന്ന പേര് നമ്മുടെ സോയിൽ ഹൊറൈസൺ എന്നാണ്. അതായത് നമ്മുടെ ഒരു ഡ്രീം കേക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, അപ്പൊ അതിനകത്ത് പല പല 5-in-1 ടോട്ട് കേക്ക് പോലെ പല പല ലേയേഴ്സിൽ സോയിൽ കണ്ടതുപോലെയാണ്, കേക്ക് കണ്ടതുപോലെയാണ് ഇവിടെ സോയിലിൽ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ മുറിക്കുന്ന വെർട്ടിക്കൽ സെക്ഷൻ എടുത്ത് കാണുന്നതിനെ നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്ന് പറയും. അതിനകത്ത് കാണുന്ന ലെയറിനെ നമ്മൾ ഓരോ ഹൊറൈസൺ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പല പല ഹൊറൈസൺസ് ആയിട്ടുള്ള ഈ വെതേർഡ് മിനറൽസ്, പിന്നെ നമ്മുടെ ഓർഗാനിക് മാറ്റർ, സോയിൽ എയർ, സോയിൽ വാട്ടർ ഇത്രയും സബ്സ്റ്റൻസ് ചേരുന്നതാണ് സോയിൽ. സോ അലോങ് വിത്ത് ദാറ്റ് അവർ വേറെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ മീഡിയം ഫോർ പ്ലാന്റ് ഗ്രോത്ത്. അതായത് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നാച്ചുറലി ഉള്ള ഒരു മീഡിയം കൂടെയാണ് നമ്മുടെ സോയിൽ എന്ന് പറയുന്നത്. സോ സോയിലിന് ആക്ച്വലി ഒരു സോയിലിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ 2 പാർട്ട് ഉണ്ട്. അത് ഈ സോയിലിന്റെ കമ്പോസിഷനും പറയുന്നുണ്ട്, അതേപോലെ അതിന്റെ ഒരു യൂസും പറയുന്നുണ്ട്. സോ ഇത്രയും കൂടെ കമ്പൈൻ ആകുമ്പോഴാണ് നമ്മൾ ആക്ച്വലി സോയിൽ എന്ന് പറയുന്നത്. സോ ഈ സോയിലിന്റെ കമ്പോസിഷൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിനകത്ത് ആക്ച്വലി 50% നമ്മുടെ സോയിൽ സോളിഡ്സും ബാക്കി 50% സോയിൽ പോറുമാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫസ്റ്റ് 50% നമുക്കുള്ളത് സോയിൽ സോളിഡ്സ് ആണ് 50%. ബാക്കി 50% നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർസും ആണ്. അപ്പോൾ സോയിൽ സോളിഡ്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ സോയിൽ സോളിഡ്സിനകത്ത് നമുക്ക് മിനറൽ മാറ്ററും ഉണ്ട്, ഓർഗാനിക് മാറ്ററും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെതേർഡ് മിനറൽസ് എന്ന് പറഞ്ഞില്ലേ, ആ വെതേർഡ് മിനറൽസ് ആണ് സോയിലിന്റെ ഏകദേശം 45%ഓളം. അതായത് ഒരു മണ്ണ് എടുത്തു കഴിഞ്ഞാൽ മണ്ണിന്റെ ഏകദേശം 45% നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ പൊടിഞ്ഞുണ്ടായ ആ ഒരു വെതേർഡ് മെറ്റീരിയൽ ആണ്. ബാക്കി 5% എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് മാറ്റർ ആണ്. മണ്ണിൽ വരുന്ന ജൈവ വസ്തുക്കളെല്ലാം പൊടിഞ്ഞ് മണ്ണുമായിട്ട് ചേരുന്ന ആ സബ്സ്റ്റൻസ്, ആ ഒരു ഓർഗാനിക് മാറ്റർ ആയിരിക്കും ബാക്കി 5% എന്ന് പറയുന്നത്. സോ ടോട്ടലി അവിടെ ഇപ്പം 45 + 5 50% ആയി സോയിൽ സോളിഡ്സ്. ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞില്ലേ പോർ സ്പേസിൽ ഇനി ബാക്കി 50% ഉണ്ടെന്ന്. അപ്പൊ ഈ 50%നകത്ത് എന്തുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സോയിൽ എയർ ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു 25%. സോയിൽ എയറും ബാക്കി സോയിൽ വാട്ടർ ഉണ്ട്, അടുത്തൊരു 25%. അപ്പോൾ ഈ രണ്ടും കൂടെ ചേരുന്നതാണ് പോർ സ്പേസിൽ വരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സോയിൽ സോളിഡ്സ് പറഞ്ഞ പോലെ കറക്റ്റ് ഒരു 25% എയറും 25% വാട്ടറും അല്ല. അതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതായത് ഒരു 20 to 30% നമ്മുടെ എയർ വരുന്നത്, ബാക്കി ഒരു 20 to 30% വാട്ടറും ഇങ്ങനെയാണ് വരുന്നത്. അത് ഇന്റർചേഞ്ചബിൾ ആണ്. അങ്ങനെ ഇന്റർചേഞ്ചബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വിട്ടിട്ടുള്ള വരയായിട്ട് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കട്ട് വന്ന് ഇങ്ങനെ വരും. സോ ഇത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത്
വാട്ടർ ആയിരിക്കും കൂടുതൽ. അതായത് ഇപ്പോൾ ഒരു നല്ല മഴ പെയ്ത സമയത്ത് സോയിലുള്ള പോർസ് കംപ്ലീറ്റ്ലി വാട്ടർ ഫിൽഡ് ആയിരിക്കും. അപ്പോൾ സോയിൽ എയർ വളരെ കുറവായിരിക്കും, അവിടെ കൂടുതലുള്ള സോയിൽ വാട്ടർ ആയിരിക്കും. ഇനി തിരിച്ച് നല്ല ഉണക്കായി, നമുക്ക് എന്താ പറയുക, നന്നായിട്ട് വെയിലാണ്, മഴയൊന്നും പെയ്യുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിനകത്തുള്ള സോയിൽ വാട്ടറിന്റെ കണ്ടന്റ് കുറയും. അതേ സമയത്ത് സോയിൽ പോർസിലൊക്കെ കൂടുതലും സോയിൽ എയർ ആയിരിക്കുമല്ലോ. അപ്പോൾ സോയിൽ പോർസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്രോ പോർസും ഉണ്ട്, മൈക്രോ പോർസും ഉണ്ട്. സോ ഇതിനകത്ത് രണ്ടിനകത്തും വാട്ടറും എയറുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അവർ ഷെയർ ചെയ്യുന്ന അളവിൽ ഓരോ പ്രാവശ്യം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് സോയിലിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോയിലിനെ നമ്മൾ യൂഷ്വലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോയിൽ എന്നുള്ള ഒരു വാക്കിന് നമ്മൾ എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ ഓഫ് ഇൻഫിനിറ്റ് ലൈഫ് എന്ന് പറയാറുണ്ട്, ഒരു അന്തമില്ലാത്ത ജീവന്റെ ആത്മാവ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് കാരണം വെച്ചാൽ അതൊരു എക്സ്പാൻഷൻ പോലെയാണ്, സോയിലിന്റെ ഒരു എക്സ്പാൻഷൻ പോലെ കൊടുത്തിരിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ പല സ്ഥലത്തും നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അന്തമില്ലാത്ത ജീവന്റെ ആത്മാവ് അല്ലെങ്കിൽ സോൾ ഓഫ് ഇൻഫിനിറ്റ് ലൈഫ് എന്ന് പറയുന്നത്. സോ സോയിലാണ് നമ്മുടെ ഈ ഹോൾ എർത്തിലുള്ള ലൈഫിനെ നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് സോയിലിനെ കാണാറുള്ളത്. സോ അപ്പോൾ മണ്ണ് എന്തായെന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.